ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ, ധ്യാനം എപ്പോൾ, എങ്ങനെ, എന്തിനു വേണ്ടി ചെയ്യണം എന്ന നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ ഈശ്വര ഭക്തിയുള്ളവരാണ്. ഈശ്വരനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓർമ്മിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, ചില സമയത്ത് പരമാത്മാവിനെ സ്മരിക്കാനായി സഹസ്രനാമങ്ങൾ ചൊല്ലാറുണ്ട്. ഒരു പേരിട്ട് വിളിച്ചാൽ പോരെ? വിളി കേൾക്കില്ലേ ദൈവം? പിന്നെന്തിനാണ് 1000 പേരിൽ നമ്മൾ വിളിക്കണേ? നല്ലൊരു മനുഷ്യൻ നമ്മൾ ആരെയും പറയുക? വിളിച്ചാൽ ഉടനെ വിളി കേൾക്കുന്ന ആളെ. ഒരു വിളിയെ വിളിക്കണ്ടോ? നല്ലൊരാളാണെങ്കിൽ ഉടനെ വിളി കേൾക്കാം, അല്ലേ? 2 തവണ 3 തവണ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ആളെ കുറിച്ച് നമ്മൾ എന്താ പറയുക? മനുഷ്യരാണെങ്കിൽ പോലെ. ഈശ്വരനാര് നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കും ദൈവം. മാനവനല്ലല്ലോ. മാനവനാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കും, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കേട്ടിട്ടും കേൾക്കാതെ നിൽക്കും, അല്ലേ? ഭഗവാനെ 1000 തവണ വിളിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും നമ്മൾ സഹസ്രനാമാർച്ചനകൾ എന്തുകൊണ്ട് ചെയ്യണം? അതിൻ്റെ പിന്നിലെ യുക്തി, നമ്മുടെ പൂർവികർ നമ്മുടെ മനസ്സിനെ സഹസ്രനാമം ഉച്ചരിക്കാൻ 1 മണിക്കൂറാണോ ആവശ്യം, 2 മണിക്കൂറാണോ ആവശ്യം, അത്രയും സമയം അലയുന്ന മനസ്സിനെ പരമാത്മാവിലേക്ക് ബന്ധിക്കാൻ, ഈശ്വരിലേക്ക് ഏകാഗ്രമാക്കി കൂട്ടിക്കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാർഗം പറഞ്ഞു തന്നിരുന്നത്. 1000 നാമം ഉച്ചരിക്കുമ്പോൾ, അല്ലേ, 1000 തവണ ഈശ്വരനെ ഓർമ്മിക്കട്ടെ. അത്രയും സമയമെങ്കിലും അതും ഇതും ചിന്തിക്കാതിരിക്കട്ടെ, അല്ലേ? പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ മാല കെട്ടിയിട്ട് കൊണ്ടുപോകുമായിരുന്നു, ഓർമ്മയില്ലേ? ഇപ്പം മാല കെട്ടലൊന്നും ഇല്ലല്ലോ. മാല കൊടുക്കണമെങ്കിൽ തന്നെ എന്തായി, റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കൊണ്ടുപോയി കൊടുക്കും. മാല കിട്ടുമ്പോൾ ആ പൂക്കൾ ശേഖരിക്കാൻ രാവിലെ മുതൽ തുളസിയും, അല്ലേ, തെച്ചിയും എവിടെ നിന്നൊക്കെ പൂക്കൾ ശേഖരിക്കാൻ പോകുന്നതേ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്. അപ്പം നമ്മൾ കുളിച്ച് എനിക്ക് മാല കെട്ടണം. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതേ ആ ചിന്തയില്ല. ഭഗവാന് മാല കെട്ടണം, രാവിലെ പൂ പറിക്കണം, മാല കെട്ടണം. അപ്പോൾ രാത്രി ഉറങ്ങുന്നത് മുതൽ പരമാത്മസ്മൃതിയിൽ ഉറങ്ങാനും പരമാത്മസ്മൃതിയിൽ എഴുന്നേക്കാനും, എഴുന്നേറ്റ് ഒരു മാല നല്ല രീതിയിൽ പൂ പെറുക്കി കെട്ടി തയ്യാറാക്കി ഭഗവാന്റെ കഴുത്തിൽ കൊണ്ടുപോയി ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വരെ, അല്ലേ, 1 മണിക്കൂർ മിനിമം സമയം, അല്ലെ 1-1.5 മണിക്കൂർ സമയം നമ്മുടെ മനസ്സെന്താകും? പൂക്കളെന്ന് പറഞ്ഞാൽ എത്ര സുന്ദരം! അത് തന്നെ നമ്മുടെ മനസ്സിനെ, മനോഭാവത്തെ, അല്ലെ, ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാൻ സന്തോഷം പ്രദാനം ചെയ്യുന്നത്. രണ്ടാമത്തത്, അത് ഭഗവാന് വേണ്ടി ചെയ്യാണ്, അല്ലേ? അപ്പോൾ പിന്നെ അത് കെട്ടുന്ന ആ രീതി, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനേക കലകൾ. മാല പെർഫെക്റ്റായിട്ടും കെട്ടാം, എങ്ങനെ വേണമെങ്കിലും കെട്ടാം. നമ്മുടെ പല കലകളും നമ്മുടെ കഴിവുകളും പുറത്തേക്ക് വരും. ഒപ്പം ഈശ്വരനിൽ നമ്മുടെ മനസ്സ് ബന്ധിക്കപ്പെടും. പക്ഷെ അത് നമ്മൾ കടയിൽ നിന്നൊരു മാല കൊണ്ടുപോയി അമ്പലത്തിൽ കൊടുത്ത ആ ഒരു ബന്ധനം ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധിക്കപ്പെടില്ല. പിന്നെയോ ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടി ഭാരതത്തിൽ നമ്മൾ എന്തെല്ലാം യുക്തികളാണ്. പൂജ, ജപമാല. ചിലർ കണ്ടിട്ടില്ലേ, ബസ്സിൽ ട്രെയിനിലിരുന്ന് പോലും ജപമാലയിലെ മണികൾ ഉരുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ? മാലയിലെ ഓരോ മണിയും ഉരുട്ടുമ്പോൾ ഒരു നാമം ഭഗവാന്റെ ഓരോ മഹിമയും. അതിൽ 108 മണിയാണോ, മാല 16,108 ആണോ, അത്രയും സമയം എന്താകും? മനസ്സിൽ വേറൊന്നും വരണ്ട, എനിക്ക് വേറൊന്നും കാണണ്ട, വേറൊന്നും ചിന്തിക്കേണ്ട, മനസ്സിനെ നിയന്ത്രിക്കാൻ. പറയാറില്ലേ, മനസ്സ്, അല്ലേ, പിടിച്ചാൽ കിട്ടാത്തതാ. അപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്, പിടിച്ചിട്ട് എവിടെ കെട്ടിയിടാൻ? പരമാത്മ പിതാവിൽ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മുടെ പൂർവികർ ഇത്രയും സുന്ദരമായ വിധികൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ഇപ്പോഴും ജപമാല ജപിക്കുന്നുണ്ടാവും. പക്ഷെ ജപിക്കുമ്പോൾ വായികൊണ്ട് ജപിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് നോക്കണം. ഇപ്പോഴും മാല കെട്ടുന്നുണ്ടാവും. പക്ഷെ മാല കെട്ടുന്നതിനോടൊപ്പം എൻ്റെ മനസ്സ് ഭഗവാനിൽ നിൽക്കാറുണ്ടോ? പിന്നെയോ ഭാരതീയരുടെ ഏറ്റവും വലിയ വിശേഷതയാണല്ലോ പൂജ. പൂജയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പൂജാവിധികൾ രാവിലെയും വൈകിട്ടും വീടുകളിൽ പൂജിക്കുന്നവരുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ തൻ്റെ പൂജയ്ക്ക് ശേഷം മാത്രമേ, ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, സിസ്റ്റർക്ക് അനുഭവമുണ്ട്, നമ്മളാരെങ്കിലും കാണാൻ പോയാൽ പോലും അവരുടെ പൂജ കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തു വരുള്ളൂ. അത് 1 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ എത്ര ആൾ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മ ബാബയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ബാബ തൻ്റെ പൂജാവേളയിൽ ആര് എത്ര വലിയ ആളാണെങ്കിലും കസ്റ്റമർ വന്നാൽ പോലും ബാബ തൻ്റെ പൂജയ്ക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ. അപ്പോൾ പൂജയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അലയുന്ന മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മനസ്സലയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെയാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മനസ്സിനെ അടക്കാൻ പറ്റും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാൻ, അതിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ, പൂജയിലേക്ക് കൊണ്ടുവരാൻ. കാരണം ഇന്ദ്രിയം എന്തിൻ്റെ പിന്നാലെ പോണേ? കണ്ണിന് കാഴ്ച വേണം, സുന്ദര ദൃശ്യം കാണണം, അതതിൻ്റെ പിന്നാലെ അല്ലേ. കാതിന് ഇമ്പം, കേൾക്കാൻ ഇമ്പമുള്ളതിൻ്റെ പിന്നാലെ അതല്ലേ. നാവ് രുചിയുടെ പിന്നാലെ അല്ലേ. നമ്മുടെ അല്ലേ സ്പർശന സുഖം, സ്കിന്നിന് വേണ്ടത് സ്പർശന സുഖമാണ്, മൂക്കിന് വേണ്ടത് ഗന്ധമാണ് അല്ല. ഇതിൻ്റെ പിന്നാലെ അലയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഭോഗവിലാസങ്ങളിൽ പെട്ട് നമ്മൾ പാടില്ലാത്തത് കഴിക്കുകയും കുടിക്കുകയും കാണുകയും അല്ലേ സ്പർശിക്കുകയൊക്കെ ചെയ്ത് ജീവിതമാകെ നാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ പൂജയിൽ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും വേണ്ടുന്ന ഏറ്റവും സാത്വികമായ സർവസ്വവും നമുക്ക് തന്നു. കണ്ണിനിമ്പം പകരുന്ന സുന്ദരമൂർത്തി, കാതിനിമ്പം പകരുന്ന നല്ല ഭക്തി ഗാനങ്ങൾ, ശ്ലോകങ്ങൾ, ഭജനകൾ. ഒരു പൂജയിൽ ഇതെല്ലാം വരുമല്ലോ. പിന്നെയോ അല്ലേ നമ്മുടെ മൂക്കിന് ഗന്ധം നൽകുന്ന സുഗന്ധ പൂരിത സാധനം, ചന്ദനത്തിരി, കർപ്പൂരം അല്ലേ, നെയ്യ്, ഇതെല്ലാം ചേരുന്ന അന്തരീക്ഷം അല്ലേ, അത് നമുക്ക് നൽകുന്ന ഒരു സുഖാനുഭൂതി. പിന്നെയോ നിവേദ്യം, പ്രസാദം ഭഗവാൻ ഉണ്ടാക്കി ഭഗവാനെ പൂജിച്ചിട്ട് നമുക്ക് കഴിക്കാൻ തരുമ്പോൾ ആ പ്രസാദത്തിൻ്റെ രുചിയും ശക്തിയും. പിന്നെയോ പുണ്യാഹജലം തളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം. ഇപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങളെയും വേണ്ടാത്തതിലേക്ക് പോകാതെ മാക്സിമം ഈശ്വരിലേക്ക് ഏകാഗ്രമാക്കി നമ്മുടെ മനസ്സിനെ അല്ലെ അതിലൂടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പൂജാവിധികൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ഇപ്രകാരം നോക്കുകയാണെങ്കിൽ ഈശ്വരനെ സ്മരിക്കാനും ഈശ്വരിലേക്ക് മനസ്സിനെ അടുപ്പിക്കാനും നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ പൂജയിൽ ആരാധനയിൽ അനവധി യുക്തികൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്, ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഈശ്വരിലേക്ക് ബന്ധിക്കപ്പെടുന്നുണ്ടോ, കണക്റ്റ് ആവണുണ്ടോ? കാരണം കണക്ഷൻ വെച്ചാലല്ലേ കറണ്ട് കിട്ടുള്ളൂ. ഇന്നലെ ഞാൻ നമ്മൾ കണ്ടുവല്ലോ, കണക്റ്റ് ആവാതിരുന്നാൽ കറണ്ട് കിട്ടില്ല. ഒന്ന് കണക്ഷൻ പ്രോപ്പറായിരിക്കും അല്ലേ, പ്രോപ്പറായ സ്ഥലത്ത് കണക്റ്റ് ആവണം. ഇന്ന് നമുക്ക് ഈശ്വരനെ എങ്ങനെ ഓർമ്മിക്കാം? ഫസ്റ്റ് ചോദ്യം അല്ലേ, ഇത് നമുക്ക് ആദ്യം ക്ലിയർ ആവണം. അതാണ് ഈ കഴിഞ്ഞ 10-11 ദിവസങ്ങളായിട്ട് നമ്മൾ അതിനാണ് ആദ്യം ഞാൻ ആത്മാവാണ്. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് അല്ലേ ആരിൽ കണക്റ്റ് ആവണം. ഇത് രണ്ടും ക്ലിയർ ആക്കണം. ബാറ്ററി ഏതാണ്? ഞാൻ ആത്മാവാണ്. ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. ഇതിൻ്റെ ചാർജ് ഇപ്പോൾ ഉപയോഗിച്ച് കുറഞ്ഞു. ഇനി ഇതിനെ കണക്റ്റ് ചെയ്യണം. ആരിൽ? പവർ ഹൗസിൽ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആത്മാവായ എനിക്ക് കണക്റ്റ് ആകേണ്ടത് പരമാത്മാവാകുന്ന പവർ ഹൗസിലാണ്. ഇനി പവർ ഹൗസ് ആരാ? ആത്മാവായ എൻ്റെ അച്ഛനും അമ്മയും സർവ്വബന്ധുവുമാണ്. അപ്പോൾ എന്തായി?
അച്ഛനും അമ്മയെ ഓർമ്മിക്കുക. അപ്പം എന്തായി അവിടെ സ്നേഹം? ആരോട് സ്നേഹമുണ്ട് അവരുടെ ഓർമ്മ ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത്രേ വേണ്ടു ഓർമ്മിക്കാൻ. ഏത് കാര്യം അറിയുക? ഞാൻ ആത്മാവാണെന്ന സങ്കല്പം. അടുത്ത സങ്കല്പം എന്താ? ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ഞാൻ ശാന്തസ്വരൂപമാണ്. 7 ഗുണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ഒരു തവണ 10 മിനിറ്റ് മെഡിറ്റേഷൻ ഇരിക്കുകയെന്നിരിക്കട്ടെ, അതിൽ 5 മിനിറ്റ് നമുക്ക് ഞാൻ ശാന്തി നിറഞ്ഞ ആത്മാവാണ്. മനസ്സ് സങ്കല്പിച്ചു, ബുദ്ധിയിൽ ആത്മാവിൻ്റെ രൂപം, ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ രൂപം, ആത്മാവിൽ നിന്ന് ശാന്തിയുടെ ഊർജം നമ്മുടെ ശിരസിലും ശരീരം മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് നിറയുന്നത് വിഷ്വലൈസ് ചെയ്യുക, കാണുക ചിത്രം. അതിനുശേഷം അല്ലെ പരമാത്മാവിൻ്റെ അച്ഛനാണ്, പരംധാമത്തിൽ ശിവപരമാത്മാവിനെ ഭഗവാനെ കാണുന്നു. ഭഗവാനാര? ശാന്തിയുടെ സാഗരൻ. ബുദ്ധി വീണ്ടും ചിത്രം ഉണ്ടാക്കുന്നു. അപ്പം എന്താകും? മനസ്സിന് വീണ്ടും അനുഭൂതി കിട്ടും, ശാന്തിയുടെ കടലിൽ മുങ്ങുന്ന അനുഭൂതി. ഇപ്രകാരം മനസ്സും ബുദ്ധിയും നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യുക? തൊഴും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൈകൊണ്ട് തൊഴുതിട്ട് മനസ്സ് അവിടെ ഇവിടെ അലഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് മനസ്സാണ്, ഇത് ബുദ്ധിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുക. മനസ്സ് സങ്കല്പം രചിക്കുക, ബുദ്ധി അതിൻ്റെ ചിത്രം ഉണ്ടാക്കുക. അപ്പം നമുക്ക് അനുഭൂതി ഉണ്ടാക്കാം. ആ അനുഭൂതി നമ്മുടെ അനുഭവമായിട്ട് മാറും. ഈശ്വരനെ അനുഭവം ചെയ്യാനുള്ളതാണ്. ഞാൻ ആത്മാവാണെന്ന് കാണാൻ പറ്റില്ല, അനുഭവം ചെയ്യാനാണ് കഴിയുക. പരമാത്മാവിനെ അനുഭവം ചെയ്യാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. എല്ലാവർക്കും എന്താ ചിന്ത? പലരും ചോദിക്കില്ലേ, ഈശ്വരനെ എന്തിനാ ഓർമ്മിക്കണം? എന്താ ആവശ്യം? നമുക്കങ്ങ് കർമ്മം ചെയ്താൽ പോരെ അല്ലേ? നമ്മൾ കർമ്മം ചെയ്യുന്നു, നമുക്ക് കർമ്മഫലം കിട്ടണു. പിന്നെ ഇപ്പോൾ ഈശ്വരൻ്റെ ആവശ്യം എന്താ ജീവിതത്തിൽ? ശരിയാണ്, കർമ്മത്തിനാണ് കർമ്മഫലം കിട്ടണേ, കർമ്മഫലമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണേ. എന്നിരുന്നാലും നമുക്ക് ഈശ്വരൻ്റെ ഓർമ്മയുടെ ആവശ്യം എന്താണ്? ഇത് റീചാർജബിൾ ബാറ്ററിയാണ്, ഇത് ഡിസ്ചാർജ് ആകുന്ന ഒരു ബാറ്ററിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ബാറ്ററി, ഈ വണ്ടിയിൽ ഈ ബാറ്ററി ഉപയോഗിച്ച് എന്താ ഇതിൻ്റെ ചാർജ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ? ജനന മരണ പ്രക്രിയയിൽ. അപ്പോൾ ചാർജ് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണം. ചാർജ് ഇറങ്ങിയതിൻ്റെ ലക്ഷണം എന്താണ്? ചാർജ് ഇറങ്ങിയതിൻ്റെ ലക്ഷണമാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് ആവേശം, പെട്ടെന്ന് മൂഡ് ഓഫ് അല്ലേ, അസ്വസ്ഥത, ഇറിറ്റേഷൻ, പെറുപെറുക്കൽ, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും പഞ്ചവികാരങ്ങളും എല്ലാ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും കാണിക്കുകയാണ് നമ്മൾ രോഗിയായിട്ടുണ്ട്, ചാർജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണമെങ്കിൽ പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്യണം. പവർ ഹൗസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഭഗവാൻ കടലാണല്ലോ, പരമാത്മാ കടലാണ് ഓരോ ഗുണങ്ങളുടെയും ശക്തിയുടെയും. അപ്പോൾ ആ സദോ ഗുണസാഗരത്തിൽ മുങ്ങുമ്പോൾ, ഈശ്വരിൽ മുങ്ങി ആത്മാവിൽ ഗുണങ്ങൾ, ശക്തികൾ, അറിവ് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് കുറഞ്ഞോളും? അല്ലെ, രോഗങ്ങൾ മാറിക്കിട്ടും, അല്ലെ, ആത്മാവിൻ്റെ രോഗം മാറും. ഡിസ്ചാർജ് ആയ ബാറ്ററി എന്താകും? വീണ്ടും റീചാർജ് ആകും. ഈ ചാർജ് നമ്മൾ എപ്പോഴും ഫുള്ളാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവിതത്തിൽ 3 തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകണം. കാരണം ചില സമയം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരും, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ കടന്നു വരും. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിനൊരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ചിലത് അല്ലേ ഷോർട്ട് ടൈം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുന്നുണ്ടായിരുന്നു, സിസ്റ്ററെ ഇന്ന ആൾ ചെറിയ ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും, വലിയ കാര്യങ്ങളൊക്കെ ആൾ താങ്ങും, പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആകുന്നതും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ആക്കുന്നതും ചെറിയ ചെറിയ കാര്യത്തിലാണ്. അത് കാരണം എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കായി. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പരമാത്മാവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഞാനൊരു ആത്മാവാണെന്ന് അറിയുമ്പോൾ തന്നെ ഞാനൊരു അഭിനേതാവാണ്, ഇതെൻ്റെ വസ്ത്രമാണ്, ഞാൻ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ അഭിനയിക്കുകയാണ്, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ഒരാത്മാക്കളാണ്, നമ്മൾ പരമാത്മാവിൻ്റെ മക്കളാണ്.
ഈ കഴിഞ്ഞ 10-11 ദിവസം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ റിയലൈസ് ചെയ്തത്, ആ റിയലൈസേഷനോടുകൂടി ജീവിക്കുമ്പോൾ തന്നെ എന്തായി, ചെറിയ ചെറിയ സംഭവങ്ങൾ ഒന്നുമില്ലാത്തതുപോലെ ആയിക്കോളും. നമുക്കതൊരു പ്രശ്നമേ ആകില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ആരുടെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ഭഗവാന്റെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പരാതിയും പരിഭവവും ഉണ്ടാവില്ല. എന്നെ പിച്ചിന്നുള്ളി എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ LKG UKG അതല്ലേ നമ്മുടെ പരാതി. അതേപോലെയാണ് ഇപ്പം നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് ചെറിയ 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 കാര്യങ്ങളും കൊണ്ടാണ് പോണേ. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈശ്വരൻ്റെ അടുത്ത് എന്താ പറയേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഭഗവാന്റെ പക്കൽ എന്താ ഉള്ളത്. ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡെയിലി സത്സംഗം കേൾക്കുന്നതിലൂടെ, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ചെറിയ കാര്യങ്ങൾ ഇല്ലാണ്ടാകും. രണ്ടാമത്തത്, വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, വലിയ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, കാര്യങ്ങൾ സംഭവങ്ങൾ ചോദിച്ചിട്ടല്ല കടന്നു വരിക നമ്മളോട്. ഞാൻ വരാൻ പോവണേ, വരട്ടെ, എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ ശക്തരാണോ, നിങ്ങൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ചോദിച്ചിട്ടല്ല കടന്നു വരിക. എങ്ങനെയാണ് കടന്നു വരിക? അൺഎക്സ്പെക്റ്റഡ് തിങ്സാണ്. ഇപ്പം തന്നെ നോക്കൂ, അപ്രതീക്ഷിതം. കഴിഞ്ഞ ഈ 1.5 വർഷം നമ്മളെ എല്ലാവരെയും എന്താ പഠിപ്പിച്ചേ അല്ലേ? കാലം നമ്മളെ എന്താ പഠിപ്പിച്ചേ? അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. അൺഎക്സ്പെക്റ്റഡ് ടോട്ടൽ വേൾഡിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതും നിങ്ങൾക്കും അനുഭവമുണ്ടാകും, പലതും വന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, പലതും നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളുടെ രൂപത്തിലാകട്ടെ സംഭവങ്ങളുടെ രൂപത്തിലാകട്ടെ, വ്യക്തികളും സംഭവങ്ങളും എപ്പോഴും കയറിയിറങ്ങും, സ്റ്റേബിളല്ല. ചിലപ്പോൾ നമുക്ക് അനുകൂലമാകും, ചിലപ്പോൾ പ്രതികൂലമാകും, ചിലപ്പോൾ സുഖം തരും, ചിലപ്പോൾ ദുഃഖം തരും, ചിലപ്പോൾ നിന്ദ തരും, ചിലപ്പോൾ നമ്മളെ പ്രശംസിക്കും. അപ്പം അതുകൊണ്ട് വ്യക്തികളും സാഹചര്യങ്ങളും ജീവിതത്തിൽ ഇളകി മറിയുന്നതായതുകൊണ്ട് നമുക്ക് ഇളകാത്ത ഒരു മനസ്സിനുടമയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ചാർജ്ഡ് ബാറ്ററി ആയിട്ട് പവർ ബാങ്ക് കൊണ്ട് നടക്കാറില്ലേ ഇപ്പം നിങ്ങളൊക്കെ അല്ലേ? കാരണം എന്താ, ചിലപ്പം പോകുന്നിടത്തൊക്കെ പെട്ടെന്ന് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് വലിയ സംഭവം ജീവിതത്തിനെ ഇളക്കി മറിക്കുന്ന രീതിയിൽ വരുമ്പോൾ ആ സമയത്ത് ഓടിപ്പോയിരുന്നാൽ നമുക്ക് മെഡിറ്റേഷൻ കിട്ടില്ല. ആ പ്രശ്നമായിരിക്കും ചിന്തയിൽ വരിക. പക്ഷേ റെഗുലറായിട്ട് ജീവിതത്തിൽ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു മെഡിറ്റേറ്ററെ സംബന്ധിച്ചിടത്തോളം ഡെയിലി രാവിലെ നേരത്തെ എഴുന്നേറ്റ് അല്ലേ, ബ്രഹ്മമുഹൂർത്തത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, സന്ധ്യാസമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബാറ്ററി എന്താകും? ഒരു പവർ ബാങ്കിൻ്റെ ഉപയോഗമായിട്ട് മാറും. അപ്പം പെട്ടെന്ന് വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കരുത്തുണ്ടാവും. ഇളകാതെ ആടാതെ ഉലയാതെ നമുക്ക് സ്റ്റേബിളായിട്ട് സശക്തരായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനി മൂന്നാമത്തത്, നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ജീവിതത്തിൻ്റെ എയിം ഒബ്ജക്റ്റ് എന്താണ്? പറയാറില്ലേ, പരമപദം പോകണം, ഭഗവാന്റെ അടുത്ത് എത്തണം. നമ്മളെവിടെ നിന്നാണോ വന്നത് അവിടേക്ക് നമുക്ക് തിരിച്ചു പോകണം. പക്ഷെ വന്നതുപോലെ പോകണം. വന്നതെങ്ങനെയാണ്? ഇവിടേക്ക് പ്യുവറായിട്ടാണ്, ശുദ്ധാത്മാവ് സദോഗുണിയായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നാടകം കളിച്ചെന്തായി? യാത്രയിൽ ഇവിടെ കുറച്ച് അഴുക്കായി, പാവനമായ ആത്മാവ് പതിതായിപ്പോയി. അപ്പോൾ പതിതാത്മാവിന് വീണ്ടും എന്ത് ചെയ്യണം? പാവനമാകണം. പാവനമായിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, അച്ഛൻ വീട്ടിലേക്ക് പോകാൻ, മടങ്ങിപ്പോകാൻ. നാടകം പൂർത്തിയാക്കിയിട്ട് പോകണമല്ലോ. അതിനും എന്ത് വേണം? നമുക്ക് മെഡിറ്റേഷൻ നമ്മളെ പാവനമാകാൻ സഹായിക്കും. പ്യൂരിഫിക്കേഷൻ പ്രക്രിയയാണ്. അതാണ് മെഡിറ്റേഷൻ്റെ ആവശ്യകത. ഇനി നമുക്ക് എവിടെ ഇരുന്ന് ഈശ്വരനെ സ്മരിക്കണം? ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അയ്യോ സിസ്റ്ററെ, നമ്മൾ വീട്ടിലെങ്ങനെയാണ്, എവിടെ ഇരിക്കുക, എവിടെ ഇരുന്ന് ചെയ്യും? വീട്ടിൽ പൂജാമുറിയൊന്നും ഇല്ലല്ലോ, പിന്നെ നമ്മൾ എവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും? നോക്കൂ, ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഞാൻ ആത്മാവാണ്. ആത്മാവ് എനിക്ക് പരമാത്മാവിനെയാണ് ഓർമ്മിക്കേണ്ടത്. പരമാത്മാവ് എൻ്റെ അച്ഛനും അമ്മയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെ ഓർമ്മിക്കാൻ, അമ്മയെ ഓർമ്മിക്കാൻ ഇന്ന സ്ഥലത്തിരുന്നാലേ ഓർമ്മിക്കാൻ പറ്റൂ, അങ്ങനെയുണ്ടോ? ഇല്ല. ഈ ശരീരത്തിൻ്റെ അച്ഛനെ അമ്മയെ നമുക്ക് ഓർമ്മിക്കാൻ എന്താ കാരണം? സ്നേഹമുണ്ട്, ഒരു ബന്ധമുണ്ട്. അതേപോലെ പരമാത്മാവുമായിട്ടുള്ള ബന്ധം മനസ്സിലായാൽ, പരമാത്മാ എൻ്റെ സർവ്വബന്ധുവാണെന്നറിഞ്ഞാൽ
ഞാനൊരാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് ഓർമ്മിക്കാം. കാരണം എന്താ, ഭഗവാനുമായിട്ടുള്ളത് മാനസിക ബന്ധമാണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പം പോലും ഓർമ്മിക്കാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോലും നമുക്ക് കണക്ഷൻ വയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഡെയിലി നമ്മളൊരു സ്ഥലത്ത്, പൂജാമുറി ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഉള്ളതിൽ ഒരു സ്ഥലം വൃത്തിയാക്കി വെച്ചിട്ട് ഡെയിലി ഒരേ സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. എന്താ ഗുണം എന്നറിയോ? നമ്മൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ അവിടെ, നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും. വീട്ടിൽ മുഴുവനും ഉണ്ടാവും. എന്നാലും ഒരേ സ്ഥലത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ ആ സ്ഥലം വൃത്തിയാക്കി വെക്കണം. നമ്മളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു ചന്ദനത്തിരി എന്തെങ്കിലും കൊളുത്തി വയ്ക്കുമ്പോൾ ഒരു നല്ല ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധ ബാക്കി വീട്ടുകാര്യത്തുനിന്ന് മറ്റു കാര്യങ്ങളിൽ നിന്ന് പിന്തിരിക്കാൻ അത് സഹായിക്കും. അപ്പം നിങ്ങൾ ബ്രഹ്മകുമാരി സെൻറ്ററുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റെഡ് ലൈറ്റും ഉപയോഗിക്കും. എന്താ കാരണം നമുക്ക് ഈശ്വരൻ്റെ, നമ്മുടെ വീടിൻ്റെ ഓർമ്മ, പരംധാമത്തിൻ്റെ ഓർമ്മ വരാൻ ലൈറ്റ്, ചെറിയൊരു ലൈറ്റ് എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നിടത്തുള്ളത് നല്ലതാണ്. ഒന്നുകിൽ വിളക്ക് വയ്ക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകും, അല്ലെങ്കിൽ ചെറിയ റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. പക്ഷേ അന്തരീക്ഷം എവിടെയാണോ ഇരിക്കുന്നത് അത് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. പിന്നെ ഒരേ സ്ഥലത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കുക. ചിലർ റെൻറ്റഡായിട്ടൊക്കെ ഒരു റൂമിൽ താമസിക്കുന്ന പല ഭാഗത്തു നിന്നുള്ളവർ നിങ്ങൾ സത്സംഗം കേൾക്കുന്നുണ്ട്, അറിയാം സിസ്റ്റർക്ക്. ഒരു റൂമിൽ മാത്രം ചിലപ്പോൾ 2-3 പേര് ഷെയർ ചെയ്ത് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലം എവിടെയാണോ ഇരിക്കുന്നത് അതേ സ്ഥലത്ത് ഡെയിലി ഇരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, അയ്യോ ഞാൻ എങ്ങനെ എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മാനസിക ബന്ധമാണ്, മനസ്സുകൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഈ യാത്ര ചെയ്യാം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെ ഇരുന്ന് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇരിക്കണം. അത് ചിലർക്ക് ചിന്തയുണ്ട്, അയ്യോ എനിക്ക് താഴെയൊന്നും ഇരിക്കാൻ വയ്യല്ലോ, ശരീരം കൊണ്ട് അല്ലെങ്കിൽ കാല് മടങ്ങിയില്ല എൻ്റെ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല പോസ്റ്റർ നമുക്കിരിക്കാൻ കഴിയുമെങ്കിൽ താഴെ എവിടെയെങ്കിലും ഒരു ഷീറ്റോ ഒരു പായ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് ചമ്രം പടിഞ്ഞ് സ്ട്രെയിറ്റായിട്ട് നമ്മളിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സുഖാസനത്തിൽ ഏറ്റവും സ്വസ്ഥമായ ആസനം നിങ്ങൾക്ക് ശരീരത്തിനെ എങ്ങനെ വിശ്രമാവസ്ഥയിൽ വെക്കാമോ ആ വിശ്രമാവസ്ഥയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്ന അലേർട്ട്നെസ്സാണ്. നമ്മൾ ചാരി ഇങ്ങനെ വിശ്രമാവസ്ഥയിലേക്കൊക്കെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പം നമുക്ക് ഉറക്കം കിട്ടും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഉറക്കം മെഡിറ്റേഷൻ ആവില്ല. ഉറക്കത്തിൻ്റെ സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അലർട്ടായിട്ടിരിക്കാൻ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ കഴിയുന്നെങ്കിൽ അത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചെയറിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് ചെയറിൽ വേണമെങ്കിൽ ഇരിക്കാം. ചെയറിലിരിക്കുമ്പോൾ നമ്മുടെ 2 കാലുകളും താഴെ സ്പർശിക്കുന്നത് പോലെ റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. ചെയറിലാണെങ്കിലും നിവർന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. ഇനി കിടപ്പിലായിട്ടുള്ളവരാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാനും പറ്റില്ല, കിടപ്പിലാണെങ്കിൽ പോലും ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാം. കാരണം എന്താ? മനസ്സുകൊണ്ടുള്ള ഓർമ്മയാണ്. പിന്നെ പലരും ചോദിക്കുന്നത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണടയ്ക്കണോ കണ്ണ് തുറന്നിരിക്കണോ? നമ്മൾ മനസ്സിലാക്കിയല്ലോ, രാജയോഗം കർമ്മയോഗമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് തുറന്നിരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷേ കണ്ണ് തുറന്നിരിക്കുക അർത്ഥം കണ്ണ് ഇങ്ങനെ നോക്കിയിരിക്കണം, അങ്ങനെയല്ല. കണ്ണിനെ വെറുതെ വിട്ടേക്കോ. നമ്മൾ അകക്കണ്ണ് തുറന്നിട്ടാണ് പരമാത്മാവിനെ സ്മരിക്കണേ, അല്ലേ? അപ്പോൾ അകക്കണ്ണ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ശരീരത്തിൻ്റെ കണ്ണുകൾ അതിൻ്റേതായ ഒരവസ്ഥ താനേ നേടിക്കൊള്ളും. നമ്മൾ ഈ കണ്ണിനെ എങ്ങനെ വെക്കണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പിന്നാലെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ നമ്മൾ
ശ്രീ ശങ്കരൻ്റെ ഉദാഹരണം പറഞ്ഞുവല്ലോ. ശങ്കരൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ലേ? യോഗിയുടെ കണ്ണുകൾ നമ്മളെപ്പോഴും യോഗികളുടെ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പകുതി കണ്ണടഞ്ഞിട്ടുണ്ടാവും, പകുതി കണ്ണ് തുറന്നിരിക്കുന്നുണ്ടാവും. അതൊരു സ്വാഭാവിക പ്രക്രിയയിൽ വരുന്ന, അല്ലാതെ നമ്മൾ കണ്ണടയ്ക്കാനോ തുറക്കാനോ ഒന്നും പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട. കണ്ണ് തുറന്നിരിക്കുമ്പോൾ മനസ്സ് ആത്മവിചാരത്തിൽ, ആത്മബോധത്തിൽ മുഴുകുമ്പോൾ, പരമാത്മാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പകുതി അടഞ്ഞ കണ്ണുകളുടെ അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ട് ഈ കണ്ണ് വന്നു. കണ്ണിന് സ്ട്രെയിനൊന്നും കൊടുത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? സങ്കല്പം കൊണ്ടുള്ള യാത്രയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ചിന്ത ചിലർക്ക് വരുന്നത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ്റെ സ്ഥലം നമ്മൾ പറഞ്ഞു, കണ്ണ് തുറന്നിരിക്കാം അല്ലേ, പകുതി. പിന്നെ ചിലർ ചോദിക്കും, വല്ല മന്ത്ര ആവശ്യമുണ്ടോ? ബാബ ബാബ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണോ, അല്ലെ ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ, അല്ലെ ഓം നമ ശിവായ എന്ന് ചൊല്ലണമോ? അത് നാമജപമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ധ്യാനമാണ്. ധ്യാനത്തിൽ നമുക്ക് വായിക്കൊണ്ടൊന്നും പറയണമെന്നില്ല. കാരണം നമുക്ക് ഓം ശാന്തി ആകുകയാണ് വേണ്ടത്. ഞാൻ ഓമാണെന്ന സ്മൃതിയിലിരുന്ന് ഞാൻ ശാന്തസ്വരൂപാത്മാവാണെന്ന് ഓർമ്മിക്കുകയാണ്. നമ്മൾ ഓം നമ ശിവായ, ശിവനെ നമിക്കുകയാണ് ചെയ്യണം, ചൊല്ലുകയല്ല. പിന്നെയോ ആത്മാവായ ഞാൻ പരമാത്മാ ശിവൻ്റെ ഓർമ്മയിൽ മുഴുകുമ്പോൾ അല്ല, ശിവപരമാത്മാവിൽ നിന്നുള്ള ശാന്തിയുടെ ശക്തി അനുഭവം ചെയ്യുക ചെയ്യണം. അതുകൊണ്ട് മെഡിറ്റേഷൻ തികച്ചും സൈലൻസിലാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇത് മനസ്സിൽ നടക്കുന്ന ഒരു അവെയർനെസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ആരാണെന്ന അവെയർനെസ്, ഞാൻ ആരുടേതാണെന്നുള്ള അവെയർനെസ്സാണ്, ബോധമാണ്. ആ ബോധം കൊണ്ട് കണക്റ്റ് ആക്കുകയാണ്. പക്ഷേ ബോധം ഉണരണം. അതിനെന്ത് വേണം? ഞാൻ ആത്മാവാണെന്ന അറിവ് വേണം, ജ്ഞാനം വേണം, സത്സംഗം വേണം. ഡെയിലി സത്സംഗം ഉണ്ടെങ്കിലേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂ. ജ്ഞാനം കൊണ്ട്, കാരണം ഇതൊരു യാത്രയാണല്ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ആത്മാവായി ഞാൻ ആദ്യം എന്നിലേക്ക് യാത്ര ചെയ്യണം, വീട്ടിലേക്ക് യാത്ര ചെയ്യണം, പരമാത്മാവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യണം. യാത്രയ്ക്ക് എന്ത് വേണം? ഇന്ധനം വേണം. ആ ഇന്ധനമാണ് ജ്ഞാനം. പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള മ്യൂസിക്കുകൾ വേണമെങ്കിൽ വെക്കാം. കാരണം പുറമേയുള്ള ശ്രദ്ധയിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കാൻ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല മ്യൂസിക്കുകൾ വേണമെങ്കിൽ ലൈറ്റായിട്ട് പ്ലേ ചെയ്യാം. നല്ല നമ്മുടെ മനസ്സിനെ ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലേ വേർപെടുത്താൻ നല്ല പാട്ടുകളുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം മെഡിറ്റേറ്റ് ചെയ്യാൻ സങ്കല്പങ്ങൾ, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ രചന നടത്തണം. അതേറ്റവും നല്ലത്. ഈ ജ്ഞാനം കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് സ്വയം മെഡിറ്റേഷൻ കമൻട്രി നിങ്ങളുടെ മനസ്സിൽ തന്നെ കമൻട്രി കൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇപ്പം നമുക്ക് എത്രയോ കാലങ്ങൾ കൊണ്ട് ശരീരബോധത്തിലായതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി നമ്മൾ സത്സംഗത്തിൻ്റെ ആരംഭത്തിൽ അവസാനത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ കമൻട്രികൾ ഉപയോഗിക്കാം. ഇത് കൂടാതെ നമ്മുടെ ചാനലുകളിൽ ഇഷ്ടംപോലെ മെഡിറ്റേഷൻ കമൻട്രികൾ അവൈലബിൾ ആണ്. 10 മിനിറ്റിൻ്റെ, 15 മിനിറ്റിൻ്റെ, അരമണിക്കൂറിൻ്റെ, 1 മണിക്കൂറിൻ്റെ, നിങ്ങൾക്ക് എത്ര സമയം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണോ ഇഷ്ടം പോലെ കമൻട്രികൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിക്കാം തുടക്കത്തിൽ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻട്രികളുടെ പോലും സപ്പോർട്ട് വേണമെന്നുണ്ടാവില്ല. നിങ്ങൾക്ക് സ്വയം കമൻട്രിയിലൂടെ സ്വയം പരമാത്മാവിൻ്റെ അടുത്തേക്ക് കണക്റ്റ് ആകാനും ആ ഈശ്വരീയ ശക്തിയുടെ അനുഭവം ചെയ്യാനും കഴിയും. ഇനി ധ്യാനം എപ്പോൾ ചെയ്യണം? ഇതൊരു ചോദ്യമാണ് എല്ലാവർക്കും. എപ്പോഴൊക്കെ ചെയ്യാം, എത്ര സമയം ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ച് നിശ്ചിതമായിട്ടുള്ള ഉണ്ടോ? അതിൽ ആദ്യമേ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ സമയം, ഏറ്റവും പവർഫുൾ ടൈം ഏർലി മോർണിംഗ് ആണ്, അതിരാവിലെ സമയം. അതിനെയാണ് ബ്രഹ്മമുഹൂർത്ത ധ്യാനം. ബ്രഹ്മകുമാരീസിൽ അമൃതവേള യോഗം എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ ധ്യാനം. അമൃതിന് സമാനമായ സമയമാണ്. കാരണം നമ്മൾ തലേദിവസം കിടന്നുറങ്ങണത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്ലെയിൻ പേപ്പറാണ്. അതുകൊണ്ട് നമുക്ക് പരമാത്മാവിൻ്റെ അടുത്തേക്ക് ഈസി ആയിട്ട് കണക്റ്റ് ആകാൻ പറ്റും. രണ്ടാമത്തത്
അറ്റ്മോസ്ഫിയർ ഏർലി മോർണിംഗിൽ രാവിലെ 4 തൊട്ട് 4:45 വരെയുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠ ടൈമാണ്. അന്തരീക്ഷത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട്, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ശാന്തമായി മനസ്സുകൊണ്ട് പരമാത്മാവിലേക്ക് നമുക്ക് കണക്റ്റ് ആകാനും ഈ ബാറ്ററി റീചാർജ് ചെയ്യാൻ, കാരണം ഡേ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് പണ്ട് നമ്മളോട് പറയില്ലേ, കണി കണ്ടുണരണം. വർഷത്തിലൊരു ദിവസം, വിഷുവിന് മാത്രമല്ല, ഡെയിലി കണി കാണണം. ആരെ? ഭഗവാനെ കാണണം, ഭഗവാനെ ഓർമ്മിക്കണം, ഓർമ്മയിലിരുന്ന് ബാറ്ററി ചാർജ് ചെയ്യണം. അതിനെ കണി കാണുക എന്ന് പറയാം. അല്ലാതെ ആ ഭഗവാനെ പറഞ്ഞിട്ട് ഒരു നിമിഷം പറയുക എന്നുള്ളത് മാത്രമല്ല, ബാറ്ററി ചാർജ് ആകും വരെ ഭഗവാന്റെ അടുത്ത് ഇരിക്കുക. അപ്പോൾ ബെസ്റ്റ് ടൈം ഏർലി മോർണിംഗ്. അതേപോലെ ഏർലി മോർണിംഗ്, രാവിലെ പോലെ ഒരു ഏർലി മോർണിംഗ് ടൈമാണ് ഈവനിങ്. സന്ധ്യാവന്ദനം എന്നല്ലേ പറയാം. അപ്പോൾ സന്ധ്യാസമയം വന്ദിക്കാനുള്ളതാണ്. ഈ 6:30 മുതൽ 7:30 വരെയുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായ ടൈമാണ്. അതിൽ 1 മണിക്കൂർ നമ്മൾ ബ്രഹ്മകുമാരീസിൽ രാവിലെ 4 തൊട്ട് 4:45 വരെയും വൈകുന്നേരം 6:30 തൊട്ട് 7:30 വരെയുള്ള ഈ സമയവും എല്ലാവരും ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയമാണ്. ഫിക്സാണിത്. ഇത് കൂടാതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ, ഒരു 7 സമയം, രാവിലെ 5:45, 7 മണി, പിന്നെ 10:30, 12, വൈകുന്നേരം 5:30, 7:30, 9:30 ട്രാഫിക് കൺട്രോൾ ടൈമിങ്സ് ഒരിക്കൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സമയം ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നമ്മുടെ മനസ്സിനെ, നമ്മൾ എന്ത് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് നിർത്തി വെച്ചിട്ട് 3 സമയത്ത് ആ ട്രാഫിക് കൺട്രോൾ സമയം നമുക്ക് ചെയ്യാം. പിന്നെ എല്ലാ 1 മണിക്കൂറിലും ജാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യാറുണ്ട്. ജാം മീൻസ് ജസ്റ്റ് എ മിനിറ്റ്. എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ് എന്ത് ജോലി ചെയ്യുന്നു അത് തൽക്കാലത്തേക്കൊന്ന് 1 മിനിറ്റ് സമയത്തേക്ക് നിർത്തി വെച്ചിട്ട് ആ 1 മിനിറ്റ് സമയം നമുക്ക് പരമാത്മസ്മൃതിയിൽ മുഴുകാം. ഇത് കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേഷൻ സെക്കൻഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ ജോലികളും ആരംഭിക്കുമ്പോൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ 1 നിമിഷം ഇരുന്നിട്ട് തുടങ്ങും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബിസിനസ്സുകാർക്ക് രാവിലെ കടയിൽ പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? അടിച്ച് തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് വിളക്ക് വെച്ചിട്ടല്ലേ തുടങ്ങുള്ളൂ. നമ്മൾ വിളക്ക് വയ്ക്കും, പക്ഷേ ഈ വിളക്ക് തെളിയിക്കാറില്ല. ഞാനൊരു ആത്മാവാണ്, പരമാത്മാവിൻ്റെ കുട്ടിയാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് 1 മിനിറ്റ് ഇരിക്കുക, ഭഗവാനെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് വിളിക്കുക. ഇത് നമ്മൾ വീട്ടിൽ രാവിലെ അടുക്കളയിൽ കയറുന്നവരാണെങ്കിലും ഓരോ തവണ വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എന്ത് ജോലി, ഓഫീസ് ജോലിയാണെങ്കിലും അവനവൻ്റെ ചെയറിൽ പോയിരുന്ന് അവരവരെന്ത് വർക്ക് ആരംഭിക്കുമ്പോഴും 1 നിമിഷം നേരം പരമാത്മസ്മൃതിയിലിരുന്ന് ഈശ്വരനെ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു അവിടേക്ക് വിളിച്ചിട്ട് ആ കാര്യം ആരംഭിക്കും. ചെയ്തു കഴിയുമ്പോൾ അതേപോലെ നന്ദിയോടെ 1 നിമിഷം സ്മരിക്കും. ഇതിനൊക്കെ 1 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 5 സെക്കൻഡിൽ നമുക്ക് ചെയ്യാവുന്ന മെഡിറ്റേഷന്. കുക്ക് ചെയ്യുമ്പോഴും ചെയ്യാം. അപ്പോൾ ആഹാരം എന്താകും? പ്രസാദമായിട്ട് മാറും. കഴിക്കുമ്പോഴും അതേപോലെ, കുടിക്കുമ്പോഴും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളിത് നോട്ട് ചെയ്തോളൂ. നമ്മൾ മുതിർന്നവരാണെങ്കിലും നമ്മുടെ മക്കളെയാണെങ്കിലും നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുള്ളൂ. എന്ത് കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ഏറ്റവും സേഫ്റ്റി, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും 1 നിമിഷ നേരത്തേക്കെങ്കിലും പരമാത്മസ്മൃതിയിലിരുന്ന് പരമാത്മാവിൻ്റെ പരമപവിത്ര കിരണങ്ങൾ ഭക്ഷണത്തിൽ നിറയുന്നത് മനസ്സിൽ കണ്ട്, ഇത് ഈശ്വരൻ നൽകുന്ന പ്രസാദമാണ്, ഇതെൻ്റെ ശരീരത്തിന് മനസ്സിന് ശക്തി നൽകാം, പ്രഭു പ്രസാദമാണെന്ന സ്മൃതിയോടെ വേണം കഴിക്കാൻ. 1 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്തിട്ട് കഴിക്കും. ഇപ്രകാരം എല്ലാ ജോലികളും ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ജോലികൾക്കൊപ്പം 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇപ്രകാരം നമുക്ക് അവനവൻ്റെ ജോലികളോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. ഇത് ഇരുന്നുള്ള ഡീപ്പ് മെഡിറ്റേഷൻ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഇത് കൂടാതെ ഫുൾ ഡേ കർമ്മയോഗികളാണല്ലോ നമ്മൾ. ആരെന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മൈൻഡ്, മാനസികാവസ്ഥ ഒരു മെഡിറ്റേറ്റീവ് മൂഡായിരിക്കണം. എന്താ മെഡിറ്റേറ്റീവ് മൂഡ്? ആത്മബോധത്തിലാണെങ്കിൽ തന്നെ ഒരു മെഡിറ്റേറ്റീവ് മൂഡാണ്.
സതോ ഗുണിയായിട്ടിരുന്ന് കർമ്മം ചെയ്താൽ തന്നെ ഒരു മെഡിറ്റേറ്റീവ് മോഡാണ്. ഇടയിലിടയിൽ ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ മെഡിറ്റേറ്റീവ് മൂഡാണ്. അപ്പോൾ ഫുൾ ഡേ ഒരു കർമ്മയോഗികളായി നമ്മൾ എവിടെയാണെങ്കിലും എന്ത് കാര്യവ്യവഹാരത്തിലാണെങ്കിലും ഞാൻ എന്ന അഹങ്കാരം വരാതെ എല്ലാറ്റിലും ബാബ ബാബ ബാബ, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു. ആ ഒരു സ്മൃതി തന്നെ നമുക്ക് തോന്നും നമ്മളൊരു പാവ മാത്രമാണ്. ഭഗവാന്റെ കയ്യിൽ, ഒരു തോൽപ്പാവക്കാരൻ്റെ കയ്യിൽ, പാവക്കൂത്ത് കളിപ്പിക്കുന്ന ആളുടെ കയ്യിൽ ഒരു പാവ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൾ ചലിപ്പിക്കുന്നു, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. ആ ഫീലിംഗ് നമുക്കുണ്ടാവും. കാരണം എന്താ, ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ മനസ്സ് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോയി സറണ്ടർ ചെയ്തിരിക്കും. സമർപ്പണം ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഹൃദയം എവിടെയെങ്കിലും കൊടുക്കും, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും നമ്മൾ. അത് ഏറ്റവും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതാണ് മെഡിറ്റേഷൻ. ഏറ്റവും നല്ല ആളുടെ അടുത്ത് കൊണ്ടുപോയി സമർപ്പണം ചെയ്യുക. ഗീതയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കർണൻ മിടുക്കനാ, പക്ഷേ സമർപ്പണം ആരുടെ അടുത്തായി പോയി? റോങ് സൈഡിൽ, ദുര്യോധൻ്റെ അടുത്ത് പോയി സമർപ്പിച്ചു. അല്ല, അർജുനൻ എന്ത് ചെയ്തു? റൈറ്റായിട്ടുള്ള അടുത്ത് പോയി സമർപ്പിക്കപ്പെട്ടു, പരമാത്മാവിൻ്റെ അടുത്ത്. അർജുനേക്കാളും മിടുക്കനായിട്ടും കർണൻ അവസാനം സർവനാശത്തിലേക്ക് പോകാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നീ മനുഷ്യൻ്റെ മനസ്സ് വസ്തുക്കളിൽ പോയി ഒട്ടിപ്പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ വ്യക്തികളിൽ. പൊതുവേ നോക്കിക്കോളൂ, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണെന്നിരിക്കട്ടെ, അവർക്ക് രാഷ്ട്രീയ വിഷയം, അതാണ് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിലാണ് മുഴുകിയിരിക്കണേ. ഒരു നർത്തകിക്ക് നൃത്തമാണ്, സംഗീത പാട്ടുകാരന് പാട്ടിൽ, അവരുടെ ഹൃദയം അവർ അതിൽ അർപ്പിച്ചിട്ടാണ് ജീവിക്കുക. ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും നോക്കൂ, നമ്മുടെ ഹൃദയം എവിടെയോ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണോ ജീവിതത്തിൽ അതിലായിരിക്കും. അപ്പം നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിലായിരിക്കും. ഇത് ഏതിലെങ്കിലും ഒന്നും കൊടുക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഇന്ന് ഈ ഹോംവർക്ക് സ്വയം ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ മനസ്സിനെ ഞാൻ എവിടെയാണ് സമർപ്പിച്ചിരിക്കണം? പരമാത്മാവിൻ്റെ അടുത്ത് സമർപ്പിക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ നമുക്ക് എന്താ ഗുണം? ഈ ഹൃദയം തവിട് പൊടിയാകില്ല, കീറി മുറിക്കില്ല. കാരണം നമ്മൾ മനുഷ്യൻ്റെ അടുത്ത് സമർപ്പിക്കപ്പെട്ട എന്താ കുഴപ്പം? ഏതെങ്കിലും ഒരു ബന്ധം, ഏതെങ്കിലും ബന്ധത്തിൽ പോയി ഒട്ടിപ്പിടിച്ചു എന്നിരിക്കട്ടെ. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളൂ. പ്രത്യേകിച്ചും കുട്ടികൾ, ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാത്തവർ അതീവ ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കിക്കോളൂ. മനസ്സ് എവിടെ കൊണ്ടുപോയി വെച്ചാലും ഒരു കാര്യം ഓർമ്മിച്ചോളണം, അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചിരിക്കും നമ്മുടെ അവസ്ഥ. അവർ ദേഷ്യപ്പെട്ടാൽ നമ്മൾ ദേഷ്യപ്പെടും, അവർ ദുഃഖിച്ചാൽ നമ്മളും ദുഃഖിക്കും, അവർ സന്തോഷിച്ചാൽ നമ്മൾ സന്തോഷിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവരെങ്ങനെ പ്രസ് ചെയ്യുന്നു അതുപോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഈ സ്ക്രീനിൻ്റെ മേലെ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. അവരുടെ മൂഡിനനുസരിച്ച് നമ്മൾ ഇളകി കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഇളക്കാത്ത ഒരേ ഒരാൾ, നമ്മൾ ഇളകുമ്പോൾ പോലും നമ്മളെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ, സദാ ഏകരസ മൂഡിലിരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ? സദാശിവനാണ്. അതുകൊണ്ടാണ് പരമാത്മാവിന് സദാശിവൻ എന്ന് വിളിക്കുന്നത്. സദാ ഒരേ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പരമാത്മാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ആ കർമ്മയോഗി ജീവിതമാണ് രാജയോഗി ലൈഫ് സ്റ്റൈൽ എന്ന് പറയണം. അപ്പോൾ ആ രാജയോഗി ജീവിത ശൈലിയിൽ മനസ്സ് നമ്മൾ പരമാത്മാവിൽ വെക്കുക എന്ന് പറഞ്ഞൊരു സൂക്ഷ്മ കാര്യമാണ്, വളരെ സൂക്ഷ്മമാണ്. അതിന് ചില സ്ഥൂല തയ്യാറെടുപ്പുകളും ജീവിതത്തിൽ വേണം. ഒരു രാജയോഗി ജീവിതചര്യ നമുക്ക് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ഭാഗത്ത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഇടയിലൊരു ചോദ്യം ആരോ ചോദിച്ചിരുന്നു, ബെഡ്റൂമിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാമോ? നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും ഇല്ല എന്നുണ്ടെങ്കിൽ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുരക്ഷിതമായിട്ട് വേറെ എവിടെ ഇരിക്കാൻ ഇല്ലെങ്കിൽ മാത്രം ബെഡ്റൂമിലിരിക്കുക. കാരണം ബെഡ്റൂമിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങുന്നത് കൊണ്ട് ആ ഉറക്കത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. അവിടെ ഇരിക്കാൻ പാടില്ലായികയില്ല, പക്ഷെ നിങ്ങൾ ഇരുന്ന് നോക്കിക്കോളൂ. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഉറക്കത്തിൻ്റെ വൈബ്രേഷൻ കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും.
പിന്നെ വേറെ സൗകര്യമൊന്നുമില്ലാത്തവർക്ക് നിങ്ങൾക്കതേ ഉള്ളൂവെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം, ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക, അർത്ഥം തല കുളിക്കണം എന്നില്ല, മേല് കുളിച്ചാലും മതി ഫ്രഷ് ആകാൻ. അപ്പോൾ ഇന്ന് ആരംഭിച്ചപ്പോൾ പറഞ്ഞില്ലേ, ബ്രഹ്മകുമാരീസിൻ്റെ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് മൻമോഹിനി ദീദിജിയുടെ ഇന്നത്തെ സ്മൃതി ഡേയാണ്, ജൂലൈ 28. ദീദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ദീദി സ്റ്റാർട്ടിങ് മുതൽ എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റ് ഒന്ന് മേല് കഴുകിയിട്ട്, പിന്നെ രാവിലെ ഒന്നും കൂടെ കുളിക്കും, തല കുളിക്കുന്നതൊക്കെ. പക്ഷേ ജസ്റ്റ് ഒന്ന് മേല് കുളിച്ച് ഫ്രഷായിട്ട് അലേർട്ടായിട്ട് രാത്രി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് മാറ്റി ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യായിരുന്നു. കാരണം ഒറ്റ ലക്ഷ്യം, എൻ്റെ മെഡിറ്റേഷൻ അലേർട്ടായിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം, എനിക്ക് ഉറക്കം വരാൻ പാടില്ല. ആ ലക്ഷ്യത്തോടു കൂടി ചെയ്തിരുന്നുവെന്ന്. അപ്പം അതുകൊണ്ട് ആ രീതി ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇനി കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, രാവിലെ പറ്റില്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കൈയും കാലും നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി ഫ്രഷായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന ഡ്രസ്സിലും ഈ പറഞ്ഞ പോലെ ഒരു ഉറക്കത്തിൻ്റെ വൈബ്രേഷനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡ്രസ്സ് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ അലർട്ടാണ്. ഇതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുളിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യണതാകട്ടെ, ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഏറ്റവും പ്രധാന കാര്യം നമ്മൾ അലർട്ടായിരിക്കണം എന്നുള്ളതാണ്. അലർട്ടാകാൻ എനിക്ക് എന്ത് ചെയ്യാം? ഇനി ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് കൈകാലും മുഖം കഴുകി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടിരുന്നാൽ തന്നെ ഞാൻ അലർട്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത്രേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കുളിച്ച് റെഡിയായിട്ട് പിന്നെ രാവിലെ സത്സംഗം കേൾക്കുന്നവർക്ക് അങ്ങനെ, അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. പിന്നെ നമുക്ക് അല്പസമയം ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്ന് നമുക്ക് പൂർത്തിയാക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തെ സത്സംഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. നമ്മളിനിയും കാണുമല്ലോ അടുത്തടുത്ത ദിവസങ്ങളിൽ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ട് വെച്ച് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം അടുത്ത ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇന്ന് നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. മെഡിറ്റേഷൻ ഒരു അനുഭൂതിയുടെ കാര്യമാണല്ലോ. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ മുഴുവൻ അല്ലേ, ഓരോ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണവും രോഗവുമൊക്കെ വർദ്ധിച്ച് എല്ലാവരുടെയും മനസ്സ് കുറച്ച് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. ശാന്തിയുടെ വൈബ്രേഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗവും രോഗികളും അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എല്ലാവരെയും, കാരണം നമ്മൾ ഇത്രയും നൂറുകണക്കിന് പേര് ഒരുമിച്ചിരിക്കുകയല്ലേ, അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ വൈബ്രേഷൻ, നിങ്ങളുടെയും വീടുകളിൽ പലർക്കും ഉണ്ടാകും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. കാരണം മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. അപ്പോൾ അത് സിസ്റ്റർക്ക് കുറേ അനുഭവങ്ങളുണ്ട്. കാരണം ഈ കൊറോണ ടൈമിൽ തന്നെ നമ്മുടെ തന്നെ നിത്യ സത്സംഗം കേൾക്കുന്നവർ, അപ്പോൾ ഈ അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്രദർ, ഫാമിലി ഫുള്ള് ജ്ഞാനത്തിലുള്ളതാണ്. ആ ബ്രദർ പെട്ടെന്ന് കോവിഡിൽ, 45 വയസ്സേ ഉള്ളൂ, പെട്ടെന്ന് കോവിഡിൽ ശരീരം വിട്ടു. പക്ഷേ അവർ ഹസ്ബൻഡും വൈഫും 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന കുടുംബമാണ്. ബ്രദർ കാർപ്പൻ്ററാണ്. ആ ഭാര്യയ്ക്ക് രണ്ടുപേരും ഭാര്യയ്ക്ക് ജോലിയില്ല. പക്ഷേ അവർ ഈ 10 വർഷം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരുന്നു. അത് കാരണം പെട്ടെന്നുണ്ടായ ഭായിയുടെ വേർപാടിന് ശേഷം ആ സിസ്റ്റർ സംസാരിക്കാറുണ്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷേ ആ സഹോദരിയുടെ അവസ്ഥ സിസ്റ്റർക്ക് തന്നെ അത്ഭുതം തോന്നി. എങ്ങനെ ഈ സിറ്റുവേഷൻ താങ്ങി? കാരണം ജീവിതത്തിന് മുന്നിൽ വെറും ഒരു ചോദ്യചിഹ്നം. നാളെ ഒരു സമ്പാദ്യവും കയ്യിലില്ല, 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരാണ്. എന്നിട്ടും നമ്മളോട് ഇങ്ങോട്ട്, സിസ്റ്ററെ ഇങ്ങോട്ട് സാന്ത്വനിപ്പിക്കുകയാണ്, ഇല്ല സിസ്റ്റർ, തീർച്ചയായിട്ടും ദൈവം എനിക്കൊരു മാർഗം കാണിച്ചു തരും. അത്ര പീസ്ഫുള്ളായിട്ട്, അത്ര പവർഫുള്ളായിട്ട്. അതാണ് നേരത്തെ സിസ്റ്റർ പറഞ്ഞു, നമ്മളൊരു ശരിക്ക് പവർ ബാങ്ക് ആയിട്ട് മാറും.
സ്വന്തം കാലിൽ നിൽക്കാൻ ആരോ എൻ്റെ ചേച്ചി ഒരു മെഷീൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പണ്ട് തുന്നൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ തുന്നിയിട്ടാണെങ്കിലും ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. ബാബ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, സർവശക്തിവാൻ. എനിക്ക് ബാബയുടെ ജ്ഞാനം കിട്ടിയിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ. അതുകൊണ്ട് സർവശക്തിവാൻ്റെ ബലം എനിക്കുണ്ട്. മക്കൾ 2 പേരും അവരും ക്ലാസ്സിൽ കേൾക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, 8ലും 9ലും പഠിക്കണം. പക്ഷെ അമ്മ അങ്ങോട്ട് ആശ്വസിപ്പിക്കും. അമ്മ അച്ഛന് വേണ്ടി നമ്മളെല്ലാം ചെയ്തില്ലേ, പക്ഷേ പോകാൻ സമയമായപ്പം പോയി, അമ്മ വിഷമിക്കേണ്ട, അച്ഛൻ എന്താഗ്രഹിച്ചോ ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കും. അതാണ് കുടുംബസമേതം ഡെയിലി സത്സംഗം കേൾക്കുന്നതിൻ്റെ, മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. കാരണം നമുക്കറിയില്ലല്ലോ ജീവിതത്തിൽ എപ്പോൾ ആർക്ക് എന്ത് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ ഡെയിലി, നമുക്ക് പ്രശ്നം വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതല്ല. ചിലർ പറയും എനിക്ക് ജീവിതത്തിൽ ഒരു ദുഃഖവും ഇല്ല, ഒരു പ്രശ്നവും പിന്നെ ഞാനെന്തിനാ സത്സംഗം കേൾക്കണേ, ഞാനെന്തിനാ മെഡിറ്റേഷൻ ചെയ്യണേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, പ്രശ്നം നമ്മളോട് ചോദിച്ചിട്ടല്ല വരുന്നത്. പ്രശ്നം വരുമ്പോൾ ഒരിക്കലും നമുക്ക് പോയി മെഡിറ്റേഷൻ ചെയ്യാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ ആ ശീലം നമുക്കുണ്ടെങ്കിൽ അല്ലേ, ആ ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ ശക്തികൾ പ്രദാനം ചെയ്യും. നമ്മുടെ സാഹചര്യങ്ങൾ ഈസി ആയിരിക്കും.